കയറാനും ഉള്ള ഒരു നല്ലൊരു സാധ്യതയുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള വലിയ സൈസിലുള്ള വിൻഡോസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ ഒരു ഡൈനിങ് ഏരിയ ഡബിൾ ഹൈറ്റിൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്കുള്ള വ്യൂവും കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗി തന്നെ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉണ്ട്. നല്ലൊരു വിശാലത നമുക്ക് ഫീൽ ചെയ്യാനുള്ള ഒരു ഇതാണ് ഈ ഡബിൾ ഹൈറ്റ് കൊടുക്കുന്നതിനെ കൊണ്ടുള്ള ഉപയോഗം. പിന്നെ ഇതാ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഈ വിൻഡോ കൂടി പുറത്തേക്കുള്ള ഒരു വ്യൂവും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഡൈനിങ് ഏരിയൻ്റെ ഇവിടെ തന്നെ ചെറിയൊരു ഷോക്കേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷോക്കേസ് ചെയ്തിട്ടുള്ളത് ഗ്ലാഡിങ് വിനീറിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് ഒരു പാനലിംഗ് ഒക്കെ കൊടുത്ത് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വാഷ് ഏരിയ ചെയ്തിട്ടുണ്ട്. വാഷ് ഏരിയക്കും ചെറിയൊരു മിററും അതിനൊരു പാനലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒന്നുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു 2 ചെറിയ ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു ഏരിയ ആണിത്. അത് ഇവിടെയും ഇവർ വുഡ് വെച്ചിട്ടുള്ള ഒരു കവറിങ്ങും സ്റ്റോറേജ് സ്പേസ് റൂം. അപ്പം ബെഡ്റൂമിൽ സെറ്റൊക്കെ ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡിലാണ്. അതേപോലെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു ഡ്രസ്സിങ് ടേബിളും ഒരു കബോർഡും ഒരു ബെഡ് കോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീലിംഗ് ഇതാ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാലും ഏതൊരു ഭാഗം എടുത്തു കഴിഞ്ഞാലും ഏതൊരു കോർണറിലായാലും ആ ഡിസൈനിങ്ങിൽ തന്നെ നല്ല പ്രത്യേകത ഉണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ഈ ഇൻറ്റീരിയർ കാറുടെ ഡിസൈനിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് ഇവർ ചെയ്യുന്ന ഓരോ ഡിസൈനും. അപ്പോൾ ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് നോക്കാം കേട്ടോ. പിന്നെ ഇവിടെ ബ്ലൈൻഡ് കർട്ടനൊക്കെ കൊടുത്തിട്ട് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ ഇതാണ് ബാത്റൂമും നല്ല ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. താഴത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എന്താ സ്റ്റെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട്. അപ്പോൾ അതിൻ്റെ ഹാൻഡ് റെയിലും ഹാൻഡിലും ഒക്കെ കൊടുത്തിട്ടുള്ളത് ടീക്ക് വുഡിലാണ്. പിന്നെ ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന വൈറ്റ് കളറ് മാർബിളും അതേപോലെ ബ്ലാക്ക് കളറ് ഗ്രാനൈറ്റും കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന സമയത്ത് തന്നെ ഈ ഒരു വാളിൽ വലിയ രീതിയിലുള്ള ഒരു വിൻഡോസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെന്റിലേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ ഉപകാരമാണ് കേട്ടോ. അതേപോലെ ഇതാ കയറി വന്നതിനാലുള്ള ഒരു വ്യൂ ആണിത്. മുകളിലത്തെ നിലയിൽ കയറി കഴിഞ്ഞതിനാലുള്ള ഒരു ഹാളാണിത്. ഹാളിന് നല്ല ഒരു ഡിസൈനുള്ള സീലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ മെയിൻ ഹാള്, മുകളിലത്തെ നിലയിലുള്ള ഹാള്. അപ്പം മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമാണുള്ളത്. പിന്നെ ബാൽക്കണിയിലേക്കുള്ള ഒരു വേ കൂടിയുണ്ട്. താഴത്തെ സിറ്റിംഗ് റൂം, അതായത് നമ്മൾ TV യൂണിറ്റൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു റൂം ഡബിൾ ഹൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെ മുകളിലത്തെ നിലയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള ഒരു വ്യൂ കിട്ടും. നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ. അതേപോലെ തന്നെയാണ് താഴത്തെ ഡൈനിങ് ടേബിളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഏരിയയും ഡബിൾ ഹൈറ്റിൽ കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മുകളിലത്തെ നിലയിൽ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യൂ കിട്ടും. പിന്നെ അതേപോലെ അതിൻ്റെ റൂഫിലൊക്കെ പർഗോളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നല്ല വെന്റിലേഷനും കിട്ടും. അപ്പോൾ ഈ വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും അതേപോലെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് കമൻസിൽ എന്നോട് ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഫോർ മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. ഇതിൻ്റെ കോസ്റ്റും ബഡ്ജറ്റും ഒക്കെ വേണമെങ്കിൽ അതേപോലെ ഈ ഒരു ഇൻറ്റീരിയർ കാറെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡിസൈനൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും. നമ്മളെ രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ അവർ നമുക്ക് ഡിസൈൻ ചെയ്തു തരും കേട്ടോ. അതേപോലെ ഇതിൻ്റെ പ്ലാന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുക. അത് വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റും ലൈക്കും ഷെയറും ഒന്നും ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.